നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ടെക് ഫോർഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് HW633 മോഡലുള്ള ഒരു ചാർജിങ് കട്ട് ഓഫ് മൊഡ്യൂളാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് 6 വോൾട്ടുള്ള ബാറ്ററി മുതൽ 60 വോൾട്ടുള്ള ബാറ്ററി വരെ ചാർജ് കട്ട് ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 10 ആമ്പിയറാണ്. 10 ആമ്പിയർ മാക്സിമം നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് സോൾഡറിങ് അയൺ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. 4 ടെർമിനലുകളാണ് ഇതിലുള്ളത്. ഇതിൽ ബാറ്ററി കൊടുക്കാനും അതുപോലെ തന്നെ ഇൻപുട്ട് കറണ്ട് കൊടുക്കാനും ഒരു 4 ടെർമിനലാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പവർ സപ്ലൈ SMPS ഉപയോഗിക്കാം. 5 ആമ്പിയർ 10 ആമ്പിയറിൽ താഴെ നമുക്ക് ഇതിൽ ലോഡ് കൊടുത്ത് നമുക്കിത് പ്രവർത്തിപ്പിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 5 ആമ്പിയറിൻ്റെ 14 ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ഇത് സപ്ലൈ കൊടുക്കുന്നത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ മൊഡ്യൂളിന് 2 സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് സെറ്റ് ചെയ്യാനും അതുപോലെ ബാറ്ററി ലോ ചാർജിങ് സെറ്റ് ചെയ്യാനും. ഈ സ്വിച്ചിൻ്റെ അടിയിലായിട്ട് ഒരു റെഡ് ഇൻഡിക്കേറ്റർ കാണാം. ഇത് ബാറ്ററി ചാർജിങ് നടക്കുമ്പോൾ ഓൺ ആവുകയും ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് ആകുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതിനധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ബാറ്ററി ചാർജ് ചെയ്യാൻ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ 14014 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പുള്ള ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ AC വരുന്നിടത്ത് ഒരു കോഡ് വയർ സെറ്റ് ചെയ്ത് ഇൻസുലേഷൻ ടേപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 4700 mFD 50 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. 2 6 ആമ്പിയറിൻ്റെ 2 ഡയോഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻ ആരംഭിക്കാം. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇതുപോലെ 2 ഡയോഡ് 6 ആമ്പിയറിൻ്റെ ഡയോഡ് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കണം. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഇവിടെ AC ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് DC ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെക്ടിഫയർ ചെയ്യുന്നത്. റെക്ടിഫയറിൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. മൈനസായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് ബ്ലാക്ക് വയറാണ്. ഇതിൻ്റെ പോസിറ്റീവായിട്ട് ഇട്ടേക്കുന്നത് സപ്ലൈ കൊടുക്കാനുള്ള പോസിറ്റീവായിട്ട് ഇട്ടേക്കുന്നത് പച്ച വയറാണ്. ഇനി മൊഡ്യൂളിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാം. ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 2 വയർ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെല്ലാം ഈ ബോർഡ് മേൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ കൊടുക്കുക. ഇന്നെന്ന് എഴുതിയിട്ടുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സപ്ലൈ കൊടുക്കാം. അതുപോലെ ബാറ്ററി എഴുതിയിട്ടുണ്ട്. ബാറ്ററി മിൽക്ക് നമുക്ക് ബാറ്ററി മേലത്തെ കണക്ഷൻ കൊടുക്കാം. പ്ലസ് മൈനസ് മാറാണ്ട് കൊടുക്കണം. ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ 2 ക്ലിപ്പിൽ കണക്ട് ചെയ്തിട്ട് 2 വയർ പോസിറ്റീവും നെഗറ്റീവും 2 വയർ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട് ക്ലിപ്പുമ്മിൽ. ബാറ്ററിക്കുള്ള പോസിറ്റീവ് ഞാൻ റെഡും അതുപോലെ ബാറ്ററിയിലേക്ക് നെഗറ്റീവ് ഞാൻ ബ്ലാക്കുമാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ക്ലിപ്പിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷനും അതുപോലെ തന്നെ ബാറ്ററി മേലത്തുള്ള കണക്ഷനും നമ്മൾ ഈ മൊഡ്യൂളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യണം. പ്ലസ് മൈനസ് മാറാണ്ട് നമുക്ക് ഈ 2 ക്ലിപ്പ് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വയർ AC ഓണാക്കണം. ട്രാൻസ്ഫോമർ ഓണാക്കണം. അങ്ങനെ ട്രാൻസ്ഫോമറിലേക്കുള്ള AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സെറ്റിംഗ് പണി ചെയ്യേണ്ടത്. ബാറ്ററി കട്ട് ഓഫ് ഫുൾ ചാർജ് കട്ട് ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ ലോ ബാറ്ററി ചാർജിങ് സെറ്റിംഗ് ചെയ്യണം. ഈ ബാറ്ററി നേരത്തെ ഫുൾ ചാർജ് ചെയ്ത് വെച്ച ബാറ്ററിയാണ്. ഇപ്പോൾ ബാറ്ററിയിലെ വോൾട്ടേജാണ് ഈ കാണുന്നത് 13.8. ഇപ്പോൾ നമ്മളിത് പവർ ഓൺ ആക്കിയിട്ട് റെഡ് ഇൻഡിക്കേറ്റർ കത്തിയിട്ടില്ല. ട്രാൻസ്ഫോമർ ഓൺ ആക്കിയിട്ട് ഈ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്താത്തത്. ഇപ്പോഴുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് 13.8 ആണ്. അപ്പോൾ അതിൽ താഴെയായിരിക്കും ലോ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാർജിങ്ങിൻ്റെ ലൈറ്റ് കത്താത്തത്. അപ്പോൾ ഈ 13.8
നമ്മൾ സെറ്റാക്കി ഇടുമ്പോൾ ചാർജിങ് ഓൺ ആവുകയും റെഡ് ഇൻഡിക്കേറ്റർ കത്തും, അതുപോലെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇതിൻ്റെ ബാറ്ററി ചാർജ് ഫുൾ ചാർജ് കട്ട് ഓഫും സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാറ്ററിയുടെ ലോ ബാറ്ററി ചാർജിങ്ങും സെറ്റ് ചെയ്യണം. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ 15.8 വോൾട്ടിലാണ് ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനനുസരിച്ച് നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ വേണ്ടത് 14.3. അപ്പോൾ ഈ 14.3 നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. 14.3 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റഡി ആവും. ഇപ്പോൾ 14.3 സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ബാറ്ററി ലോ വോൾട്ട് ചാർജിങ് സെറ്റ് ചെയ്യാം. നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് ചെയ്തേക്കുന്നത് 14.3 14.3 എത്തുമ്പോൾ ബാറ്ററി ഓട്ടോമാറ്റിക്കലായിട്ട് ഫുൾ ചാർജ് കട്ട് ഓഫ് ആവുകയും അതിനുശേഷം നമ്മൾ ഈ ബാറ്ററിയിൽ എന്തെങ്കിലും ലോഡൊക്കെ കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആകുമ്പോൾ ഏകദേശം ഒരു 12 വോൾട്ട് താഴെ, നമുക്ക് 12 വോൾട്ട് താഴെ സെറ്റ് ചെയ്യാം. ഒരു 11.5 വോൾട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11.5 വോൾട്ടിൽ ബാറ്ററി എത്തിക്കഴിഞ്ഞാൽ നേരെ ഈ റെഡ് ഇൻഡിക്കേറ്റർ കത്തുകയും ബാറ്ററിയിലേക്ക് ചാർജിങ് നടക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ലോ ചാർജിങ്ങിൻ്റെ ബാറ്ററി സെറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ കാര്യം ചെയ്യണം. ഇതിൻ്റെ റെഡ് ഇൻഡിക്കേറ്റർ കത്തിക്കണം. റെഡ് ഇൻഡിക്കേറ്റർ കത്തിയാലേ നമുക്കിത് ഓൺ ആവുള്ളൂ, ബാറ്ററി ചാർജിങ് നടക്കുള്ളൂ. അതിനായിട്ട് നമ്മൾ ഈ ഫസ്റ്റ് സ്വിച്ച് ലോങ് പ്രസ് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. എന്നിട്ട് നമുക്കിതിൽ പതിയെ സെറ്റ് ചെയ്യാം. ലോ വോൾട്ടേജ് 11.5 വോൾട്ടിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് പതുക്കെ കൂട്ടിക്കൊണ്ടിരാം. ഇതിന് നിലവിലുള്ള ബാറ്ററി വോൾട്ടേജ് 14 വോൾട്ടാണ്. അപ്പോൾ അത്ര എത്തുമ്പോൾ ചാർജർ ഓട്ടോമാറ്റിക്കായി ഓൺ ആയ റെഡ് ഇൻഡിക്കേറ്റർ കത്തി ബാറ്ററി ചാർജ് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്, ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാറ്ററി വോൾട്ടേജ് 14.1 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് 14.3 ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെഡ് ഇൻഡിക്കേറ്റർ കട്ടാവുകയും ബാറ്ററി ചാർജിങ് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് ആയി. ഇനി ബാറ്ററിയിലേക്ക് ചാർജിങ് നടക്കില്ല, ബാറ്ററി സേഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഓൾറെഡി ഫുള്ളാണ്, 14.3 ഉണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററീനെ 13.4 ലോ ബാറ്ററിയിൽ ചാർജിങ് നമുക്ക് സെറ്റാക്കിയിടാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട്. ഈ 14.3 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും വീണ്ടും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ട 13.4 വോൾട്ട് ആകുമ്പോൾ വീണ്ടും ചാർജർ ഓൺ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ബാറ്ററിയുടെ ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചാർജിങ് സെറ്റാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ബാറ്ററി ഓൾറെഡി ഫുള്ളായ കാരണം പെട്ടെന്ന് ചാർജിങ് കട്ട് ഓഫ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഫുൾ ഡിസ്ചാർജ് ആക്കിയിട്ട് ഒന്നുകൂടി ചാർജ് ചെയ്യാം. ഞാനൊരു 12 വോൾട്ടിൻ്റെ DC ഒരു ചെറിയ ട്യൂബ് ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട് ബാറ്ററിയിൽ. നമുക്ക് കുറച്ച് നേരം കത്തിച്ചിടാം. ഒരു 4-5 മണിക്കൂർ കത്തിച്ചിട്ടിട്ട് വർക്ക് ചെയ്തിട്ട് ഇത് ഡിസ്ചാർജ് ആക്കാം ബാറ്ററി. എന്നിട്ട് വീണ്ടും കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. നാലഞ്ച് മണിക്കൂർ ബാറ്ററിയിൽ ട്യൂബ് കത്തിച്ചിട്ടിട്ട് ബാറ്ററി കുറച്ച് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം നമ്മൾ ഈ ബാറ്ററി. ഇപ്പോൾ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 12.7 നിൽക്കുകയാണ്. ഫുള്ള് തീർന്നിട്ടൊന്നുമില്ല, കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിനെ നേരത്തെ മുമ്പ് ചെയ്തതുമാതിരി ഫുൾ ചാർജ് കട്ട് ഓഫ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലോ ചാർജിങ്ങും സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ബാറ്ററി ലോ ചാർജിങ് ആകുമ്പോൾ ബാറ്ററി ചാർജ് ആവാനായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ 11.5 സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ബാറ്ററി ലോ ചാർജിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കൂട്ടി സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിലുള്ള വോൾട്ടേജ് 12.7 തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ വരെ നമ്മൾ എത്തിച്ചാലേ അതിൻ്റെ ചാർജിങ് സെക്ഷൻ ഓൺ ആവുള്ളൂ, റെഡ് ഇൻഡിക്കേറ്റർ കത്തുള്ളൂ. അപ്പോൾ
ചാർജ് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്, റെഡ് ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. ബാറ്ററി ലോ ചാർജിങ് സെറ്റ് ചെയ്ത് തരണം. അങ്ങനെ ബാറ്ററി ലോ ചാർജിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് 11.5 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബാറ്ററി ഫുൾ ചാർജിങ് കട്ട് ഓഫ് സെറ്റ് ചെയ്തിടാം. നമ്മൾ നേരത്തെ ചെയ്ത വരി തന്നെ ചെയ്യണം. ഇത് 14.5 നിർത്തിയിട്ടുണ്ട്. അതിന് മാറ്റി നമുക്കൊരു 14.3 ചാർജിങ് കട്ട് ഓഫ് സെറ്റ് ചെയ്തിടാം. ബാറ്ററി ചാർജിങ് കട്ട് ഓഫ് ഞാൻ 14.3 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ബാറ്ററിയിൽ നിലവിലുള്ള വോൾട്ടേജാണ് 12.8. ഇനി കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബാറ്ററിയിൽ വോൾട്ടേജ് 13.4 വോൾട്ട് ആയിട്ടുണ്ട്. ഇനി കുറേ സമയം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് 14.3 എത്തിക്കഴിഞ്ഞാലേ ബാറ്ററി ചാർജിങ് കട്ട് ഓഫ് ആവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ബാറ്ററി എത്ര ആംപിയർ എടുത്ത് ചാർജ് ചെയ്യണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ 10 ആംപിയറിലേക്ക് സെക്ഷൻ മാറ്റിയിടാം. അതിനുശേഷം നമ്മൾ ഈ കോഡ് വയർ ഒന്ന് ചേഞ്ച് ചെയ്യണം. 10 ആംപിയറിലേക്കാണ് ഇവിടെ കണക്ട് ചെയ്യണം. ഇത് ഊരിയിട്ട് ഇവിടെ കുത്തുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വയർ, മീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു വയർ ഇപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന ആ ക്ലിപ്പുമ്മിൽ കണക്ട് ചെയ്യാം. അതിൻ്റെ മറ്റത്തല്ല ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ചാർജിങ് മൊഡ്യൂളിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തിയിട്ടില്ല. അത് കത്തിയാലാണ് നമുക്ക് ചാർജിങ് നടക്കുള്ളൂ ബാറ്ററിയിലേക്ക്. കാരണം ഇപ്പോൾ ഇതിൽ 11.5 ബാറ്ററി ലോ ചാർജിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബാറ്ററിയിൽ നിലവിലുള്ള വോൾട്ടേജിലേക്ക് കൊണ്ടുവരണം. എന്നാലാണ് ചാർജർ LED ലൈറ്റ് ഓൺ ആവുള്ളൂ. 12.7 ഇപ്പോൾ ബാറ്ററി നിൽക്കുന്നത് കണ്ടീഷൻ. അപ്പോൾ അതിൽ കൊണ്ടുവന്നപ്പോൾ ചാർജർ ഓണായി. അപ്പോൾ ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീറ്ററിൽ മൾട്ടിമീറ്ററിൽ അതിൻ്റെ ആംപിയർ കാണാം 1.4, 1.5 ആംപിയർ താഴെയാണ് ചാർജിങ് നടക്കുന്നത്. ബാറ്ററിയിൽ കുറച്ച് ചാർജിങ് കയറിയേക്കണ കാരണമാണ് ഇപ്പോൾ ഇത്രയും ചാർജിങ് കാണിക്കുന്ന ആംപിയർ. ഇനി ബാറ്ററിയിൽ ചാർജിങ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ആംപിയർ ഒന്നുകൂടി കുറഞ്ഞ് വരും, 1 ആവും, പിന്നെ അതിൽ താഴെയും. ഇനി വീണ്ടും ബാറ്ററി കണക്ട് ചെയ്തിട്ട് വീണ്ടും ചാർജിങ് ചെയ്യാം. 13.4 ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ബാറ്ററി ഫുൾ ചാർജ് ആവാനായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബാറ്ററിയിൽ ചാർജ് കയറി ഇപ്പോൾ 14 വോൾട്ടിനടുത്തായിട്ടുണ്ട്. ചാർജിങ് കട്ട് ഓഫ് ആവറായിട്ടുണ്ട് ഏകദേശം. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, 14.3 വോൾട്ടായി കഴിഞ്ഞപ്പോൾ ബാറ്ററി ചാർജിങ് കട്ട് ഓഫ് ആയിട്ടുണ്ട്. കൂട്ടുകാരെ, കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ലൈക്ക് തരണേ. ഇതൊരു കേസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്ലൻ ചാർജറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.